നേരത്തെ തുടക്കത്തിൽ ശ്രീ എം എൻ കാരശ്ശേരി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കളിയാവുമ്പോൾ കളിക്കൊരു നിയമമുണ്ടാകും. ആ കളി നിയമത്തിൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കളി നിയമമായിരുന്നു MP-മാർ മത്സരിക്കേണ്ട എന്നുള്ളത്. മത്സരിക്കാൻ ആഗ്രഹിച്ച MP-മാരുടെ എണ്ണം 5 ഉണ്ടാവും മിനിമം. പരസ്യമായി പറഞ്ഞവരുണ്ട്, ആഗ്രഹം പ്രകടിപ്പിച്ചവരുണ്ട്, ഡൽഹിയിലേക്ക് പോയി ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കിയ MP-മാർ വരെയുണ്ട്. പക്ഷേ MP-മാർ മത്സരിക്കേണ്ട ഇത്തവണ അതൊരു കളി നിയമമായിരുന്നു. അത് കഴിഞ്ഞ് കളി നിയമം ഉണ്ടാക്കുന്നു. ആ നിയമം ഉണ്ടാക്കിയവരിൽ ഒരാളാണ് KC വേണുഗോപാൽ, ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് കളി കഴിഞ്ഞു, നിങ്ങൾ കളി ജയിച്ചു. അപ്പോൾ റഫറി ആയിരുന്ന ഒരാൾ അല്ലെങ്കിൽ അമ്പയർ ആയിരുന്ന ഒരാൾ കളി നിയമം അപ്പാടെ മാറ്റി എനിക്ക് ഈ കപ്പെടുക്കാൻ ഞാൻ വരുമെന്ന് പറയുന്നതിൽ ഒരു സ്വാഭാവിക നീതിയുടെ പ്രശ്നമുണ്ടോ? പൊടിപ്പാറ സാർ എന്നെ കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്. അതും ഒരു വരിയിൽ പരാമർശിച്ചുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയാം. പൊടിപ്പാറ സാർ ഓർക്കേണ്ട കാര്യം, സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന് ശബരിമലയിൽ തെറ്റിയപ്പോഴും ഇന്ത്യ മുഴുവൻ കോൺഗ്രസ്, CPM, BJP ഒരുമിച്ച് ഞങ്ങളെ എതിർത്തപ്പോഴും രാഹുൽ ഈശ്വറിനെ പോലെ വിരലെണ്ണാവുന്ന ആൾക്കാരെടുത്ത നിലപാട് കാരണമാണ് അന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ നിലപാട് തെറ്റാണ് എന്ന് നമുക്ക് ഇന്ന് പറയാൻ കഴിയുന്നത്. ഇതുപോലെ ഇത് മാത്രമല്ല, മകരവിളക്ക്, മകരജ്യോതി ആകട്ടെ, ശ്രീ ദിലീപിന്റെ വിഷയമാകട്ടെ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാകട്ടെ, കാലം ഞാൻ ഒറ്റയ്ക്കെടുത്ത നിലപാടുകൾ ശരിയാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. അതായത് വർഷങ്ങൾ എടുക്കുമായിരിക്കും ആ നിലപാടുകൾ ശരിയാണെന്ന് തെളിഞ്ഞു വരാൻ. പക്ഷേ ആ നിലപാടുകൾ ഫൈറ്റ് ചെയ്ത് വിജയിപ്പിച്ച ഒരാളാണ് ഞാൻ എന്ന് വിനയപുരസരം ഓർപ്പിക്കുന്നു. ഈ സാറ് വന്ന വിഷയത്തിലേക്ക് അവിടുത്തെ ഇഷ്യൂ എന്താ അറിയാമോ? ശ്രീ VD സതീശനെ എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രഗത്ഭനാണ്, സംശയമൊന്നുമില്ല. പക്ഷെ എല്ലാത്തിന്റെയും ക്രെഡിറ്റ് ശ്രീ VD സതീശന് മാത്രമാണോ? ശ്രീ VD സതീശന് ഗംഭീരമായ ക്രെഡിറ്റ് ഉണ്ട്, സംശയമില്ല. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്, ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഉണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനുമല്ല, അത് പഠിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഈ നിലമൊരുക്കുന്നതും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും സ്ട്രോങ് ആയ ഒരു ഓർഗനൈസറുമായിട്ട് ശ്രീ KC വേണുഗോപാലും നിന്നില്ല എന്ന് പറയുന്നിടത്താണ് ഈ വിഷമം. അതായത് എനിക്ക് ഉറപ്പുണ്ട്, ശ്രീ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ പോലും ശ്രീ VD സതീശനെ ഡീമീൻ ചെയ്യുകയോ മോശമാക്കുകയോ ചെയ്യുന്ന ഒരു വാക്ക് പോലും പറയുന്നില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ ശ്രീ VD സതീശന്റെ പക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും ശ്രീ KC വേണുഗോപാലിന്റെ ഈ ക്ലെയിമിന് യോഗ്യതയില്ലാന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലോ സൂചിപ്പിക്കുന്ന രീതിയിലോ പറയുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. കാര്യം ഇതിന്റെ ഓർഗനൈസിംഗ് നിൽക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഈ 63-ൽ 47 പേരും ശ്രീ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നത് ഒന്നും കാണാതെ അല്ലല്ലോ. ശ്രീ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നതിന്റെ പിന്നിൽ അവർക്ക് അദ്ദേഹം എടുത്ത എഫേർട്ട് അറിയാമല്ലോ. അതായത് സമവായം സൃഷ്ടിക്കുക, കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുക, ഈ പറയുന്ന പല MP-മാരെയും പറഞ്ഞ് സമന്വയത്തിന്റെ പാതയിൽ കൊണ്ടുവന്നത് ശ്രീ KC വേണുഗോപാലല്ലേ. അദ്ദേഹത്തിന്റെ ജോലി തന്നെയാണത്, അദ്ദേഹത്തിന്റെ ധർമ്മമാണ്. അത് നല്ല രീതിയിൽ നിറവേറ്റുന്നത് കൊണ്ടല്ലേ. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, കോൺഗ്രസിലെ ഈ 63-ൽ ഏകദേശം 47 MLA-മാർ എന്തുകൊണ്ടാണ് ഇത്ര കട്ടയ്ക്ക് ശ്രീ KC വേണുഗോപാലിനോട് നിൽക്കുന്നത്? സോഷ്യൽ മീഡിയ സെന്റിമെന്റ്സ് എതിരാണെന്ന് അറിഞ്ഞിട്ടും അവർ നിൽക്കുന്നതിന്റെ കാര്യം എന്താ? അപ്പൊ ഒരു കാര്യം കൂടെ, അതിൽ ശ്രീ VD സതീശന്റെ ഒരു മാതൃകയുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ പിന്തുണയ്ക്കുന്ന ഒരാളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ശ്രീ VD സതീശൻ വരികയാണ്. ഒരുപക്ഷെ മാധ്യമങ്ങളോട് സംസാരിച്ചേക്കാം, അതുകൊണ്ടാണ് ഇടപെട്ടത്. ഇല്ല, പക്ഷെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ VD സതീശൻ തയ്യാറായില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എനിക്ക് തോന്നുന്നത് ഇന്ന് ഡൽഹിയിൽ നിന്ന് ഇന്ന് തന്നെ നേതാക്കൾ മടങ്ങും. നാളെ രാഹുൽ ഗാന്ധിക്ക് എന്തായാലും തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞയാണ്. വിജയുടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുകയും വേണം. ശ്രീ രാഹുൽ ഈശ്വർ ക്ഷമിക്കണം, തുടർന്നോളൂ. പെട്ടെന്ന് 2 കാര്യങ്ങൾ. അവിടെയാണ് ശ്രീ VD ഗംഭീരമായ ഒരാളാണ്. ശ്രീ VDയുടെ അറിവ് കാണുമ്പോൾ VDയുടെ അറിവിനോട് അസൂയ തോന്നുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേപോലെ ലക്ഷക്കണക്കിന് സപ്പോർട്ടേഴ്സ് ഉള്ള ഒരാളാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ശ്രീ VD സതീശനെതിരെ ക്യാമ്പയിൻ ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് രാഹുലിനെ പരിചയം ഉണ്ടായിട്ടല്ല. ശ്രീ VDയുടെ നിലപാട് തെറ്റായിരുന്നു എന്ന ഉറച്ച ബോധ്യത്തിലാണ്. അതാണ് ഇന്ന് കോടതി വിധികളിൽ തന്നെ തെളിഞ്ഞു വരുന്നത്. അന്ന് ശ്രീ VD സതീശൻ പറഞ്ഞത് കടൽ ഇളകി വന്നാലും ഞാൻ നിലപാട് മാറ്റില്ല എന്നല്ലേ. അപ്പോ ഇതേപോലെ ബോധ്യം 47 MLA-മാർക്ക് ശ്രീ KC വേണുഗോപാലാണ് കൂടുതൽ നല്ല ലീഡർഷിപ്പ്, ഇൻക്ലൂസീവ് ലീഡർഷിപ്പ്, ഫ്ലെക്സിബിൾ എന്ന് അവർക്ക് തോന്നുവാണ് അവർ നിൽക്കുന്നത്. ഇനി മുസ്ലിം ലീഗ്, യഥാർത്ഥത്തിൽ ഈ വിജയത്തിന് ഏറ്റവും പ്രധാന കാരണക്കാരൻ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് VD സതീശനെയാണ് യോജിപ്പ്. ഇവര് തമ്മിലൊരു സമവായം കണ്ടെത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇവരുടെ ഇടയിൽ എന്തോ മോശമുണ്ടെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് സ്റ്റേക്ക് കുറവാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും ഇതേപോലെ സ്റ്റേക്ക് ഉള്ള ഒരാളാണ്, ഗംഭീരനായ അഡ്മിനിസ്ട്രേറ്ററാണ്. ഹോം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഓപ്പറേഷൻ കുബേർ അടക്കം ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിൽ വലിയ ക്ലീനപ്പ് നടത്തിയ വ്യക്തിയാണ്. വളരെ സൗമ്യനാണ്, റീച്ചബിൾ ആണ്. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ഫോർമുലയിലല്ലേ ഇത് തീരൂ, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഫോർമുലയിൽ ഇത് തീരാൻ കഴിയും. ഒന്നെങ്കിൽ ഒരാൾ മുഖ്യമന്ത്രി, ഒരാൾ ആഭ്യന്തരമന്ത്രി, വേറൊരാൾ സ്പീക്കറോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയോ പോലുള്ള സ്ഥാനങ്ങൾ. ഈ 3 നയന്മാരും
തൃപ്തിപ്പെടുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. അല്ല, ഒരു ഒറ്റ കാര്യം മാത്രം അല്ല, ഇനി ഇതിനൊരു കമ്മ്യൂണിറ്റി ബാലൻസ് നോക്കണ്ടേ? അതായത് കഴിഞ്ഞ തവണത്തെ UDF മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ 9 ഹിന്ദു മിനിസ്റ്റേഴ്സ്, 6 ക്രിസ്ത്യൻ, 6 മുസ്ലിം മിനിസ്റ്റേഴ്സ്. ഈ 3 നായന്മാർ കൂടിയിരിക്കുന്ന ഒരു കരയോഗം പോലെ മന്ത്രിസഭ ആക്കാൻ പറ്റൂലല്ലോ. അപ്പോ കൗണ്ടർ ബാലൻസ് ചെയ്യാനായി രോഷ കുഞ്ഞാലിക്കുട്ടി സാറിനായിരിക്കും. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അടുത്ത അല്ല, ഒറ്റ സെക്കൻഡ്. ഞാൻ പറഞ്ഞതേ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കരയോഗം മിനിസ്റ്റേഴ്സ് ആകാൻ പറ്റില്ലല്ലോ. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ബാലൻസുകളുണ്ട്, ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. പ്രദേശങ്ങളുടെ ബാലൻസ് ഉണ്ട്, കമ്മ്യൂണിറ്റി ബാലൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ പോലും മെറിറ്റിനോടൊപ്പം കമ്മ്യൂണിറ്റി ബാലൻസും കൂടെ നോക്കും. അപ്പൊ ഈ 3 പേരും സവർണ്ണ ഹിന്ദു സമൂഹത്തിൽ പെടുന്ന ആൾക്കാരാണ്, നായർ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ് വിശാല അർത്ഥത്തിൽ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ മറുഭാഗത്ത് മുസ്ലിം മിനിസ്റ്റേഴ്സും ക്രിസ്ത്യൻ മിനിസ്റ്റേഴ്സും അവരുടെ ക്യാബിനറ്റ് പദവികളും ഇങ്ങനെ ഒരു ഇക്വേഷനിലും ബാലൻസിലും എത്തിച്ചേരണം. ഇതൊക്കെയാണ് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ. ഈ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുമ്പോൾ 3 പേർക്കും ഈക്വലി ഗുഡ് സ്റ്റേക്ക് ആണ്. അവിടെയാണ് അത് ഈ കേസിയെ അധിക്ഷേപിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കിടയിൽ പോലും വലിയൊരു വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിന്റെ ഫ്ലക്സ് വലിച്ചു കീറുക, KCയുടെ ഫ്ലക്സ് വലിച്ചു കീറുക. അങ്ങനെയല്ല, VD സതീശൻ കിടിലനാണെന്ന് പറയണം, ഉഗ്രനാണെന്ന് പറയണം, പക്ഷെ KC മോശമാണെന്ന് പറയരുത്. തിരിച്ച് രമേശ് ചെന്നിത്തലാജി ഉഗ്രനാണെന്ന് പറയണം, ബാക്കി 2 പേരും മോശമാണെന്ന് പറയരുത്. അതേപോലെ KC മിടുക്കനാണെന്ന് പറയണം, VD സതീശനെ കുറ്റം പറയരുത്. 3 പേരുടെയും പോസിറ്റീവുകൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു നെറേറ്റീവ് പ്രസന്റ് ചെയ്യുകയും 3 പേർക്കും ഈക്വൽ ക്ലെയിം ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കുകയും അതിലൊരാളെ ഫൈനലി ഹൈക്കമാൻഡ് ചൂസ് ചെയ്യുകയും ചെയ്യട്ടെ. അങ്ങനെയല്ല, ഇനി എല്ലാവരെയും ഇതിൽ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഏറ്റവും നല്ല കാഴ്ച ഇപ്പൊ 3 നേതാക്കളും വന്ന് ഈ ഫ്ലെക്സ് യുദ്ധം, ഈ പ്രകടനങ്ങളൊക്കെ അവസാനിപ്പിക്കണം എന്ന് അവർ 3 പേരും നിരന്നു പറഞ്ഞു. എത്രയും പെട്ടെന്ന് നമ്മൾ പിന്നെ കാണുന്ന ദൃശ്യങ്ങൾ KPCC ആസ്ഥാനത്ത് മുന്നിലുള്ള ഫ്ലെക്സുകളൊക്കെ മാറ്റുന്ന കാഴ്ചകളാണ്. അപ്പോൾ നേതാക്കൾ പറഞ്ഞു, പ്രവർത്തകർ അനുസരിക്കുന്നു എന്ന നല്ല മനോഹരമായ ഒരു മാതൃക കൂടി നമ്മൾ കാണുന്നുണ്ട്.